ഹലോ, ഇത് നമ്മുടെ സൺഡേ വ്ലോഗാണ് കേട്ടോ. അപ്പോൾ കാത്തിരുന്നൊരു സൺഡേ കിട്ടിയപ്പോഴത്തേക്ക് കെട്ടിയനെയും മക്കളെയും കെട്ടിപ്പാർക്കിക്കൊണ്ട് അടുക്കളയ്ക്ക് സമരവും പ്രഖ്യാപിച്ച് ഞാനിന്ന് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ എല്ലാ സൺഡേയൊന്നും പുറത്തു പോകുന്ന ടൈപ്പല്ല കേട്ടോ ഞങ്ങൾ. അങ്ങനെ ഇരിക്കെ ഒരു സൺഡേ ഇങ്ങനെ പുറത്ത് പോവുകയും ചെയ്യും. അപ്പോൾ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ പുറത്തുനിന്നാക്കുകയും ചെയ്യും. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല വെജിറ്റേറിയൻ ആയിട്ടുള്ള നല്ല അടിപൊളി സദ്യ കഴിക്കാനായിട്ടാണ്. വല്ലപ്പോഴും അടുക്കളയ്ക്ക് പണിമുടക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ വന്നിരുന്ന് ഫുഡ് കഴിക്കാൻ മനസ്സിന് വല്ലാത്തൊരു സുഖം തന്നെയാണ്, അല്ലയോ? എൻ്റെ മക്കളായോണ്ട് പറയല്ലോ കേട്ടോ, 2 പേർക്കും ഈ സദ്യ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുറച്ച് റിവ്യൂസൊക്കെ പറയുന്നുണ്ടായിരുന്നു. പാവ ചെറുതായിട്ട് ഞാനൊന്ന് പറ്റിച്ചിട്ടുണ്ട് കേട്ടോ. വോയിസ് കൊടുത്തില്ല. എന്തിന് ഇത്രയും നല്ല വോയിസായിട്ട് ഞാനിവിടെ നിൽക്കുമ്പോൾ വേറെ ആര് വോയിസ് ഇടാൻ? അപ്പോൾ നമ്മുടെ വിഭവങ്ങളെല്ലാം എന്താ ഇലക്കകത്തോട്ട് അങ്ങോട്ട് വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് തന്നെ എന്താ ഒരു സുഖം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കേട്ടോ ദാ ഈ ബോളി. അതിങ്ങനെ പായസം കൂട്ടി ഇങ്ങോട്ട് കുഴച്ചങ്ങോട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ആഹാ എന്താ സുഖമാണെന്നറിയാമോ. പ്രത്യേകിച്ച് നമ്മൾ ഈ മുസ്ലിംസൊക്കെ ആയതുകൊണ്ട് തന്നെ ഹിന്ദുക്കളുടെ കല്യാണത്തിന് പോയി സദ്യ കഴിക്കാൻ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ. അപ്പം നമ്മൾ എത്ര സദ്യ ഉണ്ടാക്കിയാലും ആ ഒരു സദ്യയിൽ അത്രയും വീഴില്ല. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ഹോട്ടലിൽ വന്ന് നമ്മൾ ഈ സദ്യ കഴിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത സദ്യയാണ് കേട്ടോ. അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. എന്താ ആ ഇലയിലോട്ട് നോക്കൂ, വല്ലതും ഉണ്ടോ? ഒന്നും തന്നെ ബാക്കിയില്ല. അവസാനം ബോളിയും